ഇങ്ങ് വന്നേ. നീ വണ്ടി കൊണ്ടുപോയി ഉരച്ചല്ലേ? ഞാനോ? ഞാൻ വണ്ടി ഒന്നും ഉറച്ചിട്ടില്ല. പിന്നെ ഈ കാണുന്ന എന്താടാ? അല്ല, നിനക്കൊക്കെ ആരാടാ ലൈസൻസ് തന്നത്? വണ്ടി കൊണ്ടുപോയി ഉരയ്ക്കുന്നതിനാണോടാ ലൈസൻസ്? സാറേ, ഈ കൈ ലോറി ഓടിച്ച് നല്ല തഴക്കും പഴക്കും വന്നതാ. വണ്ടി ഓടിക്കാൻ എന്നെ പഠിപ്പിക്കില്ലേ? തെറ്റ് കാണിച്ചത് പോലെ പിന്നെ നിന്ന് നാവാടുന്നോ? സാറേ, വെറുതെ കാര്യം അറിയാതെ ദേഷ്യപ്പെടല്ലേ. ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമല്ലത്. നിനക്ക് ഈ കാറിന്റെ വില എത്രയെന്ന് അറിയോടാ? നിനക്ക് ഈ കാറൊന്ന് മാറ്റിയിടാൻ പറഞ്ഞ അത്ര സുഖിച്ചില്ല അല്ലടാ. അതിന്റെ വൈരാഗ്യത്തിലല്ലേ നീ കാർ കൊണ്ടുപോയി ഉരച്ചത്. ഇതിന്റെ പെയിന്റ് മാറ്റി തരാതെ നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. ഓ പിന്നെ, ചെയ്യാത്ത കുട്ടികൾക്ക് ഈ വിഷ്ണുവിനെ കിട്ടില്ലേ? സാർ വേറെ വല്ല പണി നോക്കൂ. അങ്ങനെ നീ അങ്ങ് പോയാലോ? സാറേ, ചുമ്മാ ഒരു സീൻ ഉണ്ടാക്കല്ലേ. സീൻ ഉണ്ടാക്കിയ നീ എന്നെ അങ്ങ് ഒലത്തോടാ. കയ്യെടുക്ക സാറേ. ഇവനെയൊക്കെ ആരാ ഇവിടെ ജോലിക്ക് എടുത്തത്? ഞാനാ. എന്താ ഇവിടെ പ്രശ്നം? മാഡം, വണ്ടി ഒന്ന് മാറ്റിയിടാൻ പറഞ്ഞപ്പോ ഈ അഹങ്കാരി വണ്ടി കൊണ്ടുപോയി ഉരച്ച് നശിപ്പിച്ചിരിക്കുക. നിങ്ങളുടെ ഈ പ്രൈവറ്റ് വാഹനം എന്തിനാ ഇവിടുത്തെ ഈ ഡ്രൈവറെ കൊണ്ട് മാറ്റിയിടിച്ചത്? അല്ല, അത് പിന്നെ അപ്പൊ അതൊന്നും അല്ല കാര്യം. വന്ന കാര്യം നടക്കാത്തതിന്റെ ചുരുക്ക് അല്ലേ? അധികാരത്തിന്റെ തിളപ്പ് കാണിക്കേണ്ടത് ഇതിനകത്തല്ല, ഇത് കളക്ടറേറ്റാ. ഇവിടെ ഇടേണ്ടത് ഇവിടുത്തെ വാഹനങ്ങളാ. വിസിറ്റേഴ്സിന്റെ വാഹനങ്ങളൊക്കെ പടിക്ക് പുറത്ത്. അപ്പോ ഈ നഷ്ടം ഞങ്ങൾ സഹിക്കണമെന്നാണ് മാഡം പറയുന്നത്? നിങ്ങൾ ഇവിടെ വണ്ടി ഇട്ടത് ഒന്നാമത്തെ തെറ്റ്. പിന്നെ ആ വണ്ടി മാറ്റിയിടാൻ ഇവിടുത്തെ ഡ്രൈവറെ ഏൽപ്പിച്ചത് രണ്ടാമത്തെ തെറ്റ്. ഈ തെറ്റുകൾക്കൊക്കെ പരിഹാരമായിട്ട് ഏതെങ്കിലും അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നല്ല ഭംഗിയായിട്ട് വണ്ടിയുടെ കുറ്റം തീർക്ക്. എന്നിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്തങ്ങ് കൊടുക്കുക. എന്നാ പിന്നെ പോവല്ലോ. ഞാൻ എവിടെയൊക്കെ പോയി? എന്തെങ്കിലും വാങ്ങിക്കാൻ പോയാ? ഏത് ഭാഗത്തേക്കാ പോയെന്ന് പോലും ഓർക്കാൻ പറ്റുന്നില്ലേ? ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. ഇതെന്തോ ഒറ്റയ്ക്ക് നിന്നുള്ളൊരു സംസാരം? ഭാമേ, ഇന്ന് ഞാൻ എവിടെയെങ്കിലും പോയതായിട്ട് അറിയാമോ? അതെങ്ങനെ എനിക്കറിയാവുന്നേ? പോയത് നിങ്ങളല്ലേ. ഞാൻ ഇവിടുന്ന് രാവിലെ പോകുന്ന ആളല്ലേ. അതിനിടയിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയോന്ന് ഞാൻ എങ്ങനെ അറിയാനാ? അല്ല, എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ കാരണം? നിങ്ങൾ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും കുഴപ്പം ഒപ്പിച്ചോ? അത് ഞാൻ ഏതോ ഒരു കാര്യം ഭാമയോട് പറയാനായിട്ട് ഇരുന്നതാ, പക്ഷെ മറന്നുപോയി. വല്ല ഗുണമുള്ള കാര്യമാണോ? അതിപ്പോ എന്ത് കാര്യമാണെന്ന് എനിക്ക് ഓർക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ പറയത്തില്ലേ ഭാമേ? ശരി, എന്നാ നിങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ചായ കുടിക്ക്, ഇല്ലെങ്കിൽ ഇതാരെ പോവും. വിഷ്ണു അല്ലേ? അതെ, ഞാൻ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. സാറെന്തിനാ വിളിപ്പിച്ച്? എന്താ, തനിക്ക് പോകാൻ ധൃതിയുണ്ടോ? അല്ല, അതല്ല, വൈഫുണ്ടേ, അപ്പൊ പുറത്തിരുത്തിരിക്കുക. അവിടെ ഇരിക്കട്ടോ. എന്താ ഇത്ര തിരക്ക്? തൽക്കാലം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ആ ഉത്തരങ്ങൾ കേട്ടതിന് ശേഷം കൂടുതൽ നേരം നിൽക്കേണ്ടി വരുമോ അതോ പെട്ടെന്ന് പോകാൻ പറ്റുമോ എന്നൊക്കെ തീരുമാനിക്കാം. ഇയാൾ വർക്ക് ചെയ്യുന്നത്? ഞാൻ കളക്ടറേറ്റിൽ ഡ്രൈവറായിട്ട്. എന്നാ പിന്നെ ചോദ്യത്തിലേക്ക് കടക്കാം. നസീറിനെ നീ എവിടെയാ കൊന്നു കുഴിച്ചുമൂടിയിരിക്കുന്നത്? ഞാൻ കൊന്നെന്നോ? സാർ എന്തൊക്കെ പറയണേ? വ്യക്തമായി അന്വേഷിച്ച് നിനക്കെതിരെ തെളിവുകൾ കിട്ടിയിട്ട് തന്നെയാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചതും നിന്നെ ഇങ്ങനെ മുന്നിൽ നിർത്തിയിരിക്കുന്നത്. പറ,
ആ ബോഡി നീ എന്ത് ചെയ്തു? സാർ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ മനസ്സാവോചറിയാത്ത കാര്യം ഇതൊക്കെ. ഇതിനൊക്കെ എങ്ങനെയാ സാർ ഞാൻ മറുപടി പറയാ? ഇങ്ങോട്ട് നീങ്ങി നിക്കടാ, നീങ്ങി നിക്കടാ. നസീറിനെയും കൂട്ടുകാരെ ആക്രമിച്ച് ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ അവനെ നീ കൊണ്ടുവന്നിട്ടുണ്ട്. നസീറിന്റെ കൂട്ടുകാരോ നിന്റെ പണം എടുത്തു എന്നും പറഞ്ഞു, ശരിയല്ലേ? അതെ, പക്ഷെ ആ പണം കിട്ടുകയും ചെയ്തു. ശരി. നൂർജഹാനെയും കൊണ്ട് നീ ശാരദാമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പോലീസ് വന്ന് നിന്നെ അറസ്റ്റ് ചെയ്യുന്ന ദിവസം നസീർ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുണ്ട്. ആ സമയം മുതൽ അവൻ മിസ്സിംഗ് ആണ്. നീ ആ വീട്ടുകാരും അറിയാതെ നസീറിനൊന്നും സംഭവിക്കില്ല. പറ, എവിടെയാ നീ അവനെ കൊന്നു കുഴിച്ചു മൂടിയിരിക്കുന്നത്? സാർ എന്തൊക്കെയാ പറയുന്നത്? ഞാനല്ല. മര്യാദയ്ക്ക് പറഞ്ഞ ഞാനും മര്യാദയുടെ ഭാഷ സംസാരിക്കും, ഇല്ലെങ്കിൽ എന്റെ ഭാഷ മാറും, സംസാര രീതി മാറും. ഒരു പോലീസുകാരന്റെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് ഞാൻ മാറും. അതിനെ ഇടവരുത്താതെ നീ ഉള്ളതുപോലെ പറയടാ. എങ്ങനെയാണ് നസീറിനെ അപായപ്പെടുത്തിയത്? സാറേ, ഞാൻ ആ സമയത്താണ് ആ വീട്ടിൽ വന്ന് കയറിയത്. അതുവരെ ഞാനും എന്റെ ഭാര്യയും കുട്ടികളും കൂടിയിട്ട് ടൂറിലായിരുന്നു. നീ എന്താടാ കളിക്കുക?